There are two characters in this movie. In the first video clip, two lovers, Mr. Satya and his lover. കുറച്ചും കൂടെ ഇൻട്രസ്റ്റിംഗ് ആണ്. ക്യാരക്ടേഴ്സിനെ കേട്ടപ്പോൾ തന്നെ മനസ്സിലായി താല്പര്യം ഉണ്ടല്ലേ? തീർച്ചയായിട്ടും. പിന്നെ ഇംഗ്ലീഷ് മൂവിയാണ്, നമ്മുടെ സംസ്കാരത്തിന് പോറലേൽപ്പിക്കാത്ത വിധത്തിലുള്ള ഇംഗ്ലീഷ് പ്രോഗ്രാമാണ് നാം പഠന ആവശ്യത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്തേണ്ടത് എന്ന് പ്രത്യേകം സൂചിപ്പിക്കുന്നു. ഹായ് ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇംഗ്ലീഷ് ട്രൂ ട്രാക്കിൻ്റെ പുതിയൊരു ക്ലാസ് വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൂടെ തുടർന്നു വന്നത് ഇംഗ്ലീഷ് ഫ്ലുവൻസി സൊല്യൂഷനാണ്. അതിൽ സിറ്റുവേഷണൽ കോൺവെർസേഷൻസ് വലിയ പ്രാധാന്യത്തോടുകൂടി തന്നെ പരിശീലിച്ചു കഴിഞ്ഞു. അതോടൊപ്പം തന്നെ 1, 2, 3 പ്രിൻസിപ്പിൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇംഗ്ലീഷ് ബേസിക്സും ഇംഗ്ലീഷ് ഫ്ലുവൻസിയും അതുപോലെ തന്നെ മെമ്മറി പവറും എങ്ങനെ ഉറപ്പിക്കാം എന്ന് കഴിഞ്ഞ ക്ലാസ്സിലൂടെ കണ്ടു. ഇന്നത്തെ ക്ലാസ് ഇംഗ്ലീഷ് ഫ്ലുവൻസി സൊല്യൂഷൻ തുടരുകയാണ്. ഫ്ലുവൻസി സൊല്യൂഷൻ്റെ ഇൻട്രൊഡക്ഷനിൽ സൂചിപ്പിച്ചതുപോലെ മറ്റൊരു ഫ്ലുവൻസി സൊല്യൂഷനാണ് ഇമേഴ്സിങ് ഓർ ഇൻഡൾജിങ് ഇൻ ഇംഗ്ലീഷ് പ്രോഗ്രാം എന്ന് പറയുന്നത്. എന്താ ഉദ്ദേശിക്കുന്നത്? ഇമേഴ്സിങ് എന്ന് പറഞ്ഞാൽ ഇൻഡൾജിങ് എന്ന് പറഞ്ഞാൽ മുഴുകുക, അതിൽ ഏർപ്പെടുക. ഏതിൽ? ഇൻ ഇംഗ്ലീഷ് പ്രോഗ്രാം. നമുക്ക് ഇംഗ്ലീഷ് പ്രോഗ്രാമിൻ്റെ ഭാഗമാകാൻ എങ്ങനെ സാധിക്കുക? ഇംഗ്ലീഷ് പ്രോഗ്രാം നിരീക്ഷിച്ചുകൊണ്ടിരുന്നാൽ മതി. ഒട്ടനവധി ഇംഗ്ലീഷ് പ്രോഗ്രാമുകളുണ്ട്. പ്രത്യേകിച്ച് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒന്നാണ് ഇംഗ്ലീഷ് മൂവീസ്, ഇംഗ്ലീഷ് സീരിയൽസ്. പിന്നെ ഇംഗ്ലീഷ് ന്യൂസ് റീഡിംഗ് ഉണ്ട്, ഇംഗ്ലീഷ് പോഡ്കാസ്റ്റ് ഉണ്ട്, ഇംഗ്ലീഷ് കാർട്ടൂൺ പ്രോഗ്രാംസ് ഉണ്ട്. ഒട്ടനവധി പ്രോഗ്രാമുകൾ ഇംഗ്ലീഷിലുണ്ട്. എന്നാൽ ഇവയിൽ ചിലവ ഇംഗ്ലീഷ് ഭാഷ പഠിച്ചെടുക്കുന്നതിന് വേണ്ടിയും പ്രത്യേകിച്ച് ഇംഗ്ലീഷ് ഫ്ലുവൻസി ഉറപ്പു നൽകുന്നതിന് വേണ്ടിയും നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട്. അതിൽ ഒന്നാണ് വാച്ചിങ് ഇംഗ്ലീഷ് മൂവീസ് എന്നത്. ഇവിടെ ഒരു ശ്രദ്ധേയമായ, വളരെ സിമ്പിളായ പ്ലെയിൻ ഇംഗ്ലീഷിലൂടെയുള്ള ഒരു മൂവിയുടെ ചില ഭാഗങ്ങൾ നിങ്ങൾക്ക് പ്ലേ ചെയ്തു തരികയാണ്. അതിലൂടെ നിങ്ങൾക്ക് എങ്ങനെ ഇംഗ്ലീഷ് ഫ്ലുവൻസി ലിസണിങ്ങിലൂടെയും സ്പീക്കിങ്ങിലൂടെയും ഉറപ്പ് വരുത്താൻ സാധിക്കും എന്നാണ് നോക്കാൻ വേണ്ടി പോകുന്നത്. ഈ ഇംഗ്ലീഷ് മൂവിയുടെ വീഡിയോ ക്ലിപ്സ് കാണുന്നതിന് മുമ്പേ ഒരു ചെറിയ സൂചന തരാം. അത് എളുപ്പം മനസ്സിലാക്കുന്നതിന് വേണ്ടി നിങ്ങളെ സഹായിക്കുന്ന ചില സൂചനകൾ. അതിതാണ്, there are two characters in this movie. In the first video clip, two lovers, Mr. Satya and his lover. കുറച്ചും കൂടെ ഇൻട്രസ്റ്റിംഗ് ആണ്. ക്യാരക്ടേഴ്സിനെ കേട്ടപ്പോൾ തന്നെ മനസ്സിലായി താല്പര്യം ഉണ്ടല്ലേ? തീർച്ചയായിട്ടും. പിന്നെ ഇംഗ്ലീഷ് മൂവിയാണ്, നമ്മുടെ സംസ്കാരത്തിന് പോറലേൽപ്പിക്കാത്ത വിധത്തിലുള്ള ഇംഗ്ലീഷ് പ്രോഗ്രാമാണ് നാം പഠന ആവശ്യത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്തേണ്ടത് എന്ന് പ്രത്യേകം സൂചിപ്പിക്കുന്നു. ഈ വീഡിയോ ക്ലിപ്പിൽ മിസ്റ്റർ സത്യയും അവൻ്റെ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ലവറും കൂടിയുള്ള ഒരു ടോക്കാണ്. സംസാരത്തിൽ അവർ പരസ്പരം
കുറച്ചുകൂടെ പരിചയപ്പെട്ട് അടുക്കുന്നതിൻ്റെ ഭാഗമാണ്. നമുക്കറിയാം, ഈ ലവേഴ്സിനിടയിൽ കാണുന്ന ഒരു ടെൻഡൻസി, വിയോജിപ്പുണ്ടാവാം. ഒന്ന്, ഹൗ ടു ഇംപ്രസ് ഇൻ വേർഡ്സ്. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് ഇവിടെ മിസ്റ്റർ സത്യ എന്ത് ചെയ്യുന്നു അറിയോ? ചില യാഥാർത്ഥ്യങ്ങൾ മറച്ചു വെച്ചുകൊണ്ട് തൻ്റെ ലവറോട് സംസാരിക്കുന്നതാണ്. പണക്കാരനായ ഒരാളാണ് എന്നൊരു ധാരണ ഉണ്ടാക്കുന്നതിന് വേണ്ടി ബോധപൂർവം സംസാരിക്കുന്നതാണ്. ചോദിക്കുന്നുണ്ട്, മിസ്റ്റർ സത്യ എന്ത് ചെയ്യുന്നു എന്ന്. അപ്പോൾ സത്യ പറയുകയാണ്, ഐ ആം വർക്കിംഗ്. ജോലി ചെയ്യാണ്. ഐ ആം വർക്കിംഗ് ഇൻ എ ബിഗ് കമ്പനി. വലിയ കമ്പനിയിലാണ് ഞാൻ ജോലി ചെയ്യുന്നത്. അപ്പോൾ ആ കുട്ടി എവിടെയാണ് സത്യ വർക്ക് ചെയ്യുന്നതെന്ന് ചോദിക്കാൻ കാരണം, സത്യ എന്നും തൻ്റെ പിറകിലുണ്ടല്ലോ. ഹൗ ഡു യു ഫൈൻഡ് ടൈം ഫോർ ദിസ് എന്ന അർത്ഥത്തിലാണ് ചോദിക്കുന്നത്. അപ്പോൾ സത്യ പറയാണ്, ഞാനിങ്ങനൊരു എനിക്കൊരു ജോലിയുണ്ട്. ഞാനൊരു ബിഗ് കമ്പനിയിലാണ് ജോലി ചെയ്യുന്നത്. അവിടെ മാനേജിങ് ഡയറക്ടറുടെ അസിസ്റ്റൻ്റായിട്ടാണ് ജോലി ചെയ്യുന്നത്. പിന്നെ ജോലിയൊക്കെ ഇങ്ങനെ ബൈഫർക്കേറ്റ് ചെയ്ത് കൊടുക്കലാണ് എൻ്റെ ജോലി. മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഫ്രീ ആയി. പിന്നെ എനിക്കിതിനൊക്കെ സമയം കണ്ടെത്താൻ വേണ്ടി പറ്റും. അപ്പോൾ അങ്ങനെ പറഞ്ഞപ്പോൾ അവരുടെ സംസാരത്തിനിടയിൽ ആ കുട്ടിക്ക് ഒരു താല്പര്യം, ഞാൻ സ്നേഹിക്കുന്ന പുരുഷനാണല്ലോ, സ്വാഭാവികമായിട്ടും സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി ലൈഫിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. അതൊക്കെ ഉറപ്പുവരുത്തും ഇപ്പോഴത്തെ കാലത്തെ പെൺകുട്ടികൾ. മുമ്പത്തെ കാലത്തെ പെൺകുട്ടികൾക്കും ഉണ്ട്. അപ്പോൾ ഇടയ്ക്ക് ചോദിക്കുന്നുണ്ട്, ഇങ്ങനെ പെൺകുട്ടികളുടെ പ്രായം ചോദിക്കാൻ പാടില്ല, അതുപോലെ തന്നെ പുരുഷന്മാരുടെ ശമ്പളവും ചോദിക്കാൻ പാടില്ല എന്നുള്ളതാണല്ലോ. എന്നാലും ഊഹിക്കാമോ എൻ്റെ പ്രായം എത്രയായി എന്നൊക്കെ. അപ്പോൾ പറയുന്നുണ്ട്, ചോദിക്കുന്നുണ്ട്, എത്ര പ്രായമായി എന്ന് ചോദിക്കുന്നു. അപ്പോൾ അതിന് ഇത്ര പ്രായമായി എന്ന് പറയുന്നു. പകരം അവൾ ചോദിക്കുകയാണ്, സത്യയുടെ ശമ്പളം എത്രയാണ്. അപ്പോൾ അവിടെയും സത്യയുടെ ഫേഷ്യൽ എക്സ്പ്രഷൻസ് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും, ഇംപ്രസ് ചെയ്യുകയും ചെയ്യണം, എന്നാൽ യാഥാർത്ഥ്യം പറഞ്ഞാൽ ഇംപ്രസ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ബോധ്യപ്പെടുത്തുന്ന വിധത്തിൽ ചില കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി പറയണം എന്ന രൂപത്തിലാണ് സത്യ അത് അവതരിപ്പിക്കുന്നത്. പറയുകയാണ്, എനിക്ക് മന്ത്ലി 50,000 സാലറി എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഞാനതിൻ്റെ ത്രില്ല് കളയുന്നില്ല. കാരണം ഡയലോഗ്സ് അതേപോലെ തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലിസണിങ് സ്കിൽ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി ഉള്ള അവസരം നഷ്ടപ്പെടും. ഞാനൊരു സൂചന തന്നു എന്നേ ഉള്ളൂ. ഇനി നിങ്ങൾ എന്ത് ചെയ്യും, ആ സിനിമയുടെ വീഡിയോ ക്ലിപ്പ് ഒന്ന് കണ്ടു നോക്കൂ. നിങ്ങൾ ലക്ഷ്യത്തിൽ നിന്ന് വ്യതിചലിക്കേണ്ട. നമ്മൾ ഇംഗ്ലീഷ് പ്രോഗ്രാം കാണുന്നത് അല്ലെങ്കിൽ ഇംഗ്ലീഷ് വീഡിയോ കാണുന്നത്, നമ്മുടെ ലക്ഷ്യം ഇതാണ്, ഇംഗ്ലീഷ് ഫ്ലുവൻസി ഉറപ്പുവരുത്തണം, അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ സംസാരിക്കാൻ വേണ്ടി ആവശ്യമായ വാക്കുകളുടെ വിഭാഗങ്ങളും വാചകങ്ങളും അതുപോലെ തന്നെ വാക്യങ്ങളുമൊക്കെ പിടിച്ചെടുക്കണം. അതിനും കൂടിയാണ് ഇംഗ്ലീഷ് മൂവീസിൻ്റെ ചില സെലക്റ്റഡ് ക്ലിപ്സ് നിങ്ങൾ കാണുന്നത്. ഒന്നിത് കണ്ടു നോക്കൂ. ഇതാ. Actually, morning you are coming to drop in my office. Evening you are coming to drop in my house. Afternoon you are chatting with me. Very correct. Okay. Where are you working, Satya? Actually, I'm working in a big company as a MD's assistant. Whatever work he gives, I just distribute to every worker. Then I become free. So I have time to remember about you. Then I'll send a message. Super work. Thank God. Satya, ask me what is my age? Why? Just ask. Okay, what's your age? 21? Why did you tell me to ask? Generally, no one asks about girls' age and boys' salary, okay? Huh? Now you ask me about my age. Okay. So what's your salary? 50,000? Then okay. Why? Or else you'll dump me, huh? Hey, in next week my birthday is coming. Hey, advance happy birthday. Don't wish me now, Satya. You should celebrate my birthday very grand, okay? Sure. Let's enjoy it. Thank you. ഓക്കെ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. കണ്ടു അല്ലേ, ഒരു
പ്ലെയിൻ ഇംഗ്ലീഷിലുള്ള മൂവിയുടെ ഫസ്റ്റ് ക്ലിപ്പ് കണ്ടല്ലേ? എങ്ങനെയുണ്ട്? ആ, ബാക്കിയും കൂടെ കാണണം. ഓക്കെ, ബാക്കിയും കൂടെ കാണാം. അപ്പം നമ്മൾ നേരത്തെ തുടർന്ന ഒരു രീതിയുണ്ട്. ഒരു ചെറിയ സൂചന തരാം. സ്വാഭാവികമായിട്ടും അടുത്ത സ്റ്റെപ്പ് എന്താണ്? ദേ ഹാവ് ഡിസൈഡഡ് ടു സെലിബ്രേറ്റ് ഹെർ ബർത്ത്ഡേ അല്ലേ? ലവറുടെ ബർത്ത്ഡേ ആണ്, ഗ്രാൻഡായിട്ട് സെലിബ്രേറ്റ് ചെയ്യണം എന്ന് ആഗ്രഹിച്ചിട്ടാണ് സത്യ പോകുന്നത്. കൂടെ ഫ്രണ്ടിനെയും കൂട്ടുന്നുണ്ട് കേട്ടോ, ഒരു ധൈര്യത്തിന് വേണ്ടി. യെസ്, അതങ്ങനെയാണ്. അപ്പോൾ ഇവരുടെ പ്രതീക്ഷ എന്താ അറിയോ? ലവർ മാത്രമല്ലേ ഉണ്ടാവുള്ളൂ. ലവറിന് ആവശ്യമായത് വാങ്ങിച്ചു കൊടുത്താലും പ്രശ്നമില്ല. അങ്ങനെ പോകുന്നത്. ഇപ്പോൾ ലവർ തന്നെയാണ് ഇത് പ്ലാൻ ചെയ്യുന്നത്. പക്ഷേ ഗ്രാൻഡാക്കി കൊടുക്കേണ്ടത് സത്യമാണ്. ഓക്കെ, അപ്പോൾ പോകുമ്പോൾ തന്നെ ഹോട്ടൽ കണ്ടപ്പോൾ ഞെട്ടി. സ്റ്റാർ ഹോട്ടൽ. ഫ്രണ്ടിനൊരു സംശയം, പ്രശ്നമാവോ? പ്രശ്നമാവോ? സാരമില്ല, ലവറിനെ പ്ലീസ് ചെയ്യിക്കാൻ വേണ്ടിയിട്ടല്ലേ. ഇടയ്ക്ക് പോക്കറ്റൊക്കെ ഒന്ന് തപ്പി നോക്കുന്നുണ്ട്. അപ്പോൾ ഹോട്ടലിലേക്ക് കയറി അവരുടെ സൗഹൃദ സംഭാഷണം തുടങ്ങി. ഓർഡർ ചെയ്യാൻ വേണ്ടി പറയുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും ലവർ വന്നത് ലവറിൻ്റെ ഫ്രണ്ടിനെയും കൂട്ടിയിട്ടാണ്. സത്യ വന്നത് സത്യയുടെ ഫ്രണ്ടിനെയും കൂട്ടിയിട്ടാണ്. അപ്പോൾ അവരങ്ങനെ ഒരു ടേബിൾ ഷെയർ ചെയ്യുന്നു. അതിലെനിക്ക് ഒരു ഫേഷ്യൽ എക്സ്പ്രഷൻസ് പ്രത്യേകം ശ്രദ്ധയിൽപ്പെട്ടൊരു കാര്യം, ഇതിൻ്റെ മെനു നോക്കി ഓർഡർ ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ വരുന്നുണ്ട്. ആര്? സത്യയുടെ ലവർ. ആ പെൺകുട്ടി ഓർഡർ ചെയ്യുമ്പം ഇവർക്കാകെ ഭാവവ്യത്യാസം വരികയാണ്. പല ഐറ്റംസാണ്, കോസ്റ്റ്ലി ഡിഷസാണ് അവർ ഓർഡർ ചെയ്യുന്നത്. അപ്പോൾ ഇനി നിങ്ങൾക്ക് എന്താണ് വേണ്ടതെന്ന് ചോദിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഇവരുടെ മാനസികാവസ്ഥ ഊഹിക്കാലോ. സത്യം പറയണം, എനിക്ക് കേർഡ് റൈസ് മതിയെന്നു, തൈരും ചോറുന്നു. ഫ്രണ്ട് പറയണം എനിക്ക് സാമ്പാർ റൈസ് മതിയെന്നു. അപ്പോൾ അതിലൊരു അത്ഭുതം തോന്നുന്നുണ്ട്, ഇതെന്താ ഇങ്ങനെ പറഞ്ഞു. അത് നമ്മളങ്ങനെ ഒരു മോഡറേറ്റ് ഈറ്റിങ്ങിൻ്റെ ആളുകളാണ് എന്ന രൂപത്തിൽ ഒരു ഇമ്പ്രഷൻ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചോണ്ട്. പക്ഷേ യാഥാർത്ഥ്യം എന്താണെന്ന് നമുക്കെല്ലാം അറിയില്ലോ. ശരി, അങ്ങനെ ഓർഡർ ചെയ്ത സാധനങ്ങളൊക്കെ വന്നു. ഒരു സർപ്രൈസ് വെൽക്കം ചെയ്യലുണ്ട് ഈ പെൺകുട്ടി. അതാരെയാണെന്നറിയോ? ഈ പെൺകുട്ടിയുടെ പെൺകുട്ടികളുടെ ഫ്രണ്ട്സിനെ ഒരു സർപ്രൈസ് വെൽക്കം എന്ന രൂപത്തിൽ തൻ്റെ ലവർക്കൊരു സർപ്രൈസ് ആക്കി കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഒരു അനൗൺസ്മെൻറ്റ് ചെയ്യുന്നുണ്ട്. എൻ്റെ ലവറാണ്, എൻ്റെ ബർത്ത്ഡേ വളരെ ഗ്രാൻഡായിട്ട് ആഘോഷിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്, അതിൽ നിങ്ങളെല്ലാവരും സ്വാഗതം ചെയ്യുന്നു എന്ന് പറയുമ്പോൾ തന്നെ എല്ലാ ഫ്രണ്ട്സും എഴുന്നേറ്റ് നിന്ന് ആ സന്തോഷത്തിൻ്റെ ഭാഗമാകുമ്പോൾ ഇവിടെ സത്യയുടെ ഫ്രണ്ടിൻ്റെയും മുഖഭാവം കാണണം, അവരുടെ അഭിനയ തികവ് കാണണം. അത് നിങ്ങളൊന്ന് നേരിട്ട് കണ്ടോ, എങ്ങനെയെങ്കിലും അവിടുന്ന് രക്ഷപ്പെടണമെന്നുള്ള മാനസികാവസ്ഥ സൃഷ്ടിക്കുന്ന ഒന്നാണത്. ഒന്ന് കാണാൻ താല്പര്യമില്ലേ? ദാ ഞാൻ ആ വീഡിയോ ക്ലിപ്പ് പ്ലേ ചെയ്യാം, ഒന്ന് കണ്ടു നോക്കൂ. Buddy, such a star hotel. Will it be okay? But order under the budget, okay? Huh? Okay, buddy. Buddy, tough day for you. Hi. 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 Hi, Priya. Is this hotel okay for you? We are fine. We could have gone a bigger hotel. It's okay, da. I'm okay for this. Excuse me. Order, please. Okay, one grilled chicken. No, make it two. Okay. Then chicken strips, chicken nuggets, and then bucket combo and finger fish and fish fry. Okay. What do you want? Prawns. That's okay. Prawns. Okay. What do you want? For me, curd rice. Curd rice? Sambar rice. What happened? We have non-veg daily, so just for a change. Am I right, dude? Okay. Sambar rice and curd rice, that's it. Okay, madam. Dude, we have to take care for the budget. Excuse me, ma'am. I'm so happy. Put that there. I'm always like this. Yeah, I know about you very well. We'll always say others to give the treat. Satya,
before we start the party, I want to give you a surprise. Your love is a big surprise for me. Anything more than that? Am I right, buddy? Hey friends, I want to tell you something. He is my boyfriend, Satya. He is celebrating my birthday today. Thanks. So, enjoy the party. They're sitting like sleeper cells. Yes, buddy, you're right. Thank you. Thank you. ഓക്കെ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇനി തേർഡ് ക്ലിപ്പാണ്. സ്വാഭാവികമായിട്ട് ഊഹിക്കാം നിങ്ങൾക്ക് അല്ലേ, തേർഡ് ക്ലിപ്പ് എന്തായിരിക്കും? ഫ്രണ്ട് നൈസായി സ്കൂട്ടായി, പിന്നെ സത്യമാണ്. എന്തൊരവസ്ഥയാണ്, ബില്ലിപ്പോൾ പേ ചെയ്യേണ്ടി വരും. ഹി വാസ് ഫീലിംഗ് ഹിസ് പോക്കറ്റ്. അതൊരു ഒരു ഫ്രേസാണ്, ഫീലിംഗ് ദ പോക്കറ്റ് എന്നുള്ളൊരു ഫ്രേസാണ്. കാരണം എന്തിൻ്റെങ്കിലും ഒരു കുറവുണ്ടാകുമ്പോൾ നമ്മളൊന്ന് തപ്പി നോക്കുക എന്ന് പറയല്ലേ അല്ലേ. മുറിക്കകത്ത് ലൈറ്റ് ഇല്ലെങ്കിൽ ഐ ഫെൽറ്റ് ഫോർ ദ സ്വിച്ച് ബോർഡ് എന്ന് പറയുന്ന പോലെ, പോക്കറ്റിലൊന്നും ഇല്ലെങ്കിൽ ഐ ഫെൽറ്റ് മൈ പോക്കറ്റ് ബിക്കോസ് ഐ ഫീൽ ദ ലാക്ക് ഓഫ് സംതിങ്. അങ്ങനെ ഒരു പ്രയോഗം. അതിപ്പോൾ ലാംഗ്വേജ് എക്സ്പ്രഷൻസും അതുപോലെ തന്നെ ലാംഗ്വേജ് സ്ട്രക്ചേഴ്സും സിറ്റുവേഷണൽ കോൺവെർസേഷൻസിലൂടെ ആയാലും ഇതുപോലെ തന്നെ ഇംഗ്ലീഷ് പ്രോഗ്രാം കാണുന്നതിലൂടെയൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ ലക്ഷ്യത്തിൽ അതൊക്കെ ഉണ്ടാവണം, ഗുണകരമാവും. അപ്പോൾ നമുക്ക് ഈ വീഡിയോ ക്ലിപ്പിലേക്ക് തിരിച്ചു വരാം. ഫ്രണ്ട് പോയ വഴിയിലൂടെ തന്നെ സത്യം രക്ഷപ്പെടാനുള്ള ശ്രമം നടത്തുകയാണ്. ഞാനൊന്ന് വാഷ് ചെയ്തിട്ട് വരാമെന്ന് പറഞ്ഞിട്ട്. ഓക്കെ, പക്ഷേ സത്യക്കൊരു അമളി പറ്റി. എന്താണ്? പുറത്തേക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ വാഷ്റൂമിലേക്ക് പോകുമ്പോൾ മൊബൈൽ എടുക്കാൻ പറഞ്ഞത്. ആ സമയത്താണ് ഫ്രണ്ട് വിളിക്കുന്നത്. അപ്പോഴാണ് സത്യയുടെ ലവർ മൊബൈൽ കോൾ അറ്റൻഡ് ചെയ്യുന്നത്. സംഗതിയെല്ലാം പൊളിഞ്ഞു. നേരിട്ട് കാണേണ്ടതല്ലേ. എന്താണ് ആ രംഗമെന്ന് ലെറ്റ് us see what happens in the next video clip. Okay, see the video, observe the video, watch the video. Just try to pick up something from this video. See, don't forget your aim, your objective is to pick up this language for ensuring English fluency. Okay, I'm playing the video. Okay, here is the video. Come back immediately. Hey, you will come back soon, right? Yes. Excuse me. I'll wash the hands and come. If it is a free treat, they'll just go on just like that. It's very good, right? Why is this stupid fellow not yet returned? Meghla, I will go and wash my hands and come. You're done? You continue. Okay. Why he is taking time? I don't know. Hello? Hey, buddy. I couldn't arrange the money. I'm escaping from here. You don't get caught. Just escape from there, okay? Take this. ഓക്കെ ഡിയേഴ്സ്, ഇപ്പോൾ ഒരു ക്ലിയർ പിക്ചർ തെളിഞ്ഞു അല്ലേ? അതാണ് പ്രതീക്ഷിച്ചതല്ല നടന്നത്. ബോത്ത് പാർട്ടീസ് ആർ ഇൻ ട്രബിൾ. എങ്ങനെയാണ് ഈ സിറ്റുവേഷൻ അവർ മാനേജ് ചെയ്തത്? ഊഹിച്ചോളൂ. എനി ഹൗ ഷീ മൈറ്റ് ഹാവ് മാനേജ്ഡ് ദ സിറ്റുവേഷൻ അല്ലേ? അതൊരു ഡിഫിക്കൽട്ട് സിറ്റുവേഷനാണ്. ഷി വാസ് ഇൻ ട്രബിൾ. ഓക്കെ, പക്ഷേ ആ സിറ്റുവേഷൻ എങ്ങനെ മാനേജ് ചെയ്തു എന്നുള്ളതല്ല വിഷയം. അവളൊരു ഷീ ബിലോങ്സ് ടു എ റിച്ച് ഫാമിലി, അതുകൊണ്ട് സ്വാഭാവികമായിട്ട് നമുക്ക് ഊഹിക്കാം. പക്ഷേ ഇവർ തമ്മിൽ വീണ്ടും കാണും. സത്യ, ദ നെക്സ്റ്റ് മീറ്റിംഗ് ബിറ്റ്വീൻ സത്യ
ആൻഡ് ഹിസ് ലവർ. എന്തായിരിക്കും? അവൾ എങ്ങനെയാണ് പ്രതികരിക്കുക? ഹൗ ഷീ മൈറ്റ് ഹാവ് റെസ്പോണ്ടഡ് ആൻഡ് റിയാക്റ്റഡ്? What was the condition of Mr. Satya? നിങ്ങൾ ഊഹിക്കാൻ തുടങ്ങി, എനിക്ക് മനസ്സിലായി. എന്തായാലും രണ്ടുപേരും പരസ്പരം ഇഷ്ടപ്പെടുന്നവരാണ്, അത് മറക്കണ്ട. അപ്പോൾ അവിടെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്താൻ വേണ്ടി പരമാവധി സത്യ ശ്രമിക്കുന്നതും, എന്നാൽ ആ കാര്യങ്ങളൊന്നും അവൾക്ക് ബോധ്യപ്പെടാത്ത അവസ്ഥയും, ഇതൊക്കെ മിക്സ് ചെയ്തുകൊണ്ടുള്ള ഒരു പ്രത്യേക മാനസികാവസ്ഥയിലുള്ള വീഡിയോ ക്ലിപ്പാണ് അടുത്തത്. എന്തായാലും സത്യ പ്രോമിസ് ചെയ്യുന്നുണ്ട്, ഞാൻ നല്ലൊരു ജോലി എത്രയും പെട്ടെന്ന് കണ്ടെത്തും, അങ്ങനെ നമുക്കാവശ്യമായ കാര്യങ്ങൾ ഞാൻ നിർവഹിക്കും എന്നൊക്കെ അവിടെ പ്രോമിസ് ചെയ്യുന്നുണ്ടെങ്കിലും അവൾക്ക് അത്ര വിശ്വാസം വരുന്നില്ല. എന്തായാലും ലവറാണല്ലോ. അങ്ങനെ അവളെ വീട്ടിനടുത്ത് കൊണ്ടുവിടുന്നു. എവിടെയാണ് വീടെന്ന് ചോദിക്കുന്നു. ഇതാണോ വീട്? അപ്പോൾ അവിടെ കാണുന്ന, ഞാൻ അത്തരം കാര്യങ്ങളൊന്നും അങ്ങനെ വിശദീകരിക്കുന്നില്ല, കാരണം വിശദീകരിച്ചോളൂ, നിങ്ങൾ കാണാൻ പോകുന്ന കാര്യങ്ങളല്ലേ, നിങ്ങൾ കണ്ട് മനസ്സിലാക്കി റിവ്യൂ ചെയ്യേണ്ടവരാണ്. എന്തു തന്നെ ആയാലും തുടർന്ന് അച്ഛനെ കാണിച്ചു കൊടുക്കുന്നതും, അച്ഛൻ അതുവഴി പാസ് ചെയ്യട്ടെ, കാറിൽ പാസ് ചെയ്യുന്നത് കാണിച്ചു കൊടുക്കുന്നതും, അതിൽ ഫുൾ വീഡിയോ ഫുൾ ഫിലിം കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ മറ്റു കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റും. പക്ഷെ നമുക്കിവിടെ ഇംഗ്ലീഷ് പഠിച്ചെടുക്കാൻ വേണ്ടി ആവശ്യമായ ആ ഇംഗ്ലീഷ് മൂവിയിലെ ചില വീഡിയോ ക്ലിപ്സ് അത് നിങ്ങൾക്ക് തരുന്നു എന്നേ ഉള്ളൂ. എന്ത് തന്നെയായാലും നിങ്ങൾ ഇതും കൂടെ ഒന്ന് കണ്ടു നോക്കൂ. ഇതാ Why is it lie to me? Actually, you're the reason I'm not going for the job. What? Me? What I done, Satya? If you told okay for my love, I would have gone for a job. You wasted my time. If you accepted soon, I would have gone for a job. Don't tell to me foolish reasons, Satya. Just for fun only, you are loving me, right? Please don't talk like this, Meghla. Then what? For your future, you want to go to work. Look here, my dad is very strict. Without your job, he'll never accept this. If you can't tell me now, we'll break up now, Satya. Hey, just stop it, okay? You're always talking about the breakup. Then what I want to do? Tell me, Satya. I'll go in auto. I told you I will go to job. Come. Stop. Huh? Stop, Satya. Don't forget about job. Okay, bye. Meghla? You mean that old building? Near that old house is my house. Oh, what's your father doing? Businessman. That's superb. Then why should I go for a job? We'll do one thing. We'll marry soon. I will look after your father's business and you take care of our kids. What? Are you playing? My dad will do anything for me. But for my self-respect, I'm only going for job. But you are saying like this, Satya? Look here. If you will decide to go to the job, then we'll love. Otherwise, in this time... Hey, stop it, okay? Always talking about breakup. Your father is getting old. I thought I could have helped him. That's why, if you don't want, okay, I'll leave it. Oh my God! My dad is coming. Where? First, go from here. I'm leaving. Go from here. I said go. Hey, Go. Hey, ഓക്കെ ഫ്രണ്ട്സ്, ഇപ്പോൾ നിങ്ങൾക്ക് ആ ഒരു സീക്വൻസ് ഓക്കെ ആയിട്ടുണ്ട് അല്ലേ? അവരുടെ മീറ്റിംഗ്, പിന്നെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടി സ്റ്റാർ ഹോട്ടലിലേക്ക് പോയതും, അവിടെ
ഉണ്ടാക്കിയ ഒരു സീനും പിന്നെ ഇവരുടെ അടുത്ത കൂടിക്കാഴ്ചയും നിങ്ങളുടെ മനസ്സിൽ ഈ രംഗങ്ങൾ ഫ്ലാഷ് ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് ബോധ്യപ്പെടുന്നുണ്ട്. യെസ്, ഇനി എവറിബഡി ഹാസ് ടു കം ബാക്ക് ടു അവർ ഇംഗ്ലീഷ് ഫ്ലുവൻസി സൊല്യൂഷൻ. എന്താണ് ഈ വീഡിയോയിൽ ഇംഗ്ലീഷ് ഫ്ലുവൻസി സൊല്യൂഷന് വേണ്ടി ഇൻട്രൊഡ്യൂസ് ചെയ്തു തന്നത്? ഇമേഴ്സിംഗ് ഓർ ഇൻഡൾജിങ് ഇൻ ഇംഗ്ലീഷ് പ്രോഗ്രാം ഫോർ എൻഷുറിങ് യുവർ ഇംഗ്ലീഷ് ഫ്ലുവൻസി. ഇത്തരത്തിലുള്ള വീഡിയോസ്, ഇംഗ്ലീഷിൽ ചെയ്തിട്ടുള്ള വീഡിയോസ് നിങ്ങൾ സെലക്ട് ചെയ്ത് കാണുവാനുള്ള ശ്രമം നടത്തി നോക്കൂ. നിങ്ങളുടെ ഇംഗ്ലീഷ് ഫ്ലുവൻസി ഓട്ടോമാറ്റിക്കലി ഉറപ്പുവരുത്താനും സാധിക്കും. കാരണം ഒന്ന്, നിങ്ങൾ താല്പര്യത്തോടു കൂടി സ്റ്റോറി ബേസ്ഡ് ആയിട്ടുള്ള ഇംഗ്ലീഷ് പ്രോഗ്രാം കാണുകയാണ്. മറ്റൊന്ന്, ഇംഗ്ലീഷിലാണ്, സിമ്പിൾ ഇംഗ്ലീഷിലാണ്, പ്ലെയിൻ ഇംഗ്ലീഷിലാണ് നിങ്ങളറിയാതെ ഇംഗ്ലീഷിലുള്ള അത്തരം എക്സ്പ്രഷൻസ് നിങ്ങളിലേക്ക് കടന്നു വരുന്നു. സ്വാഭാവികമായും സന്ദർഭത്തിനനുസരിച്ച് ഇവയിൽ നിന്ന് ലഭിക്കുന്ന ഇംഗ്ലീഷ് വാക്കുകളും വാചകങ്ങളും നിങ്ങളുടെ ഉപയോഗത്തിനായി നിങ്ങളെ സഹായിക്കുന്നതായിരിക്കും. തീർച്ചയായിട്ടും ഇംഗ്ലീഷ് ഫ്ലുവൻസി സൊല്യൂഷൻ്റെ വിവിധ ഡിവൈസസുമായി നമ്മൾ തുടരുകയാണ്. വീണ്ടും പുതിയൊരു ഡിവൈസുമായി നമ്മൾ കണ്ടുമുട്ടും. ഈ വീഡിയോ ക്ലാസ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് കാണുവാനും ആവർത്തിച്ച് കാണുവാനും അത് ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും അത്യാവശ്യം ഒരു ടോപ്പിക് ഫോർ ഡിസ്കഷൻ എന്ന നിലയിൽ വേണമെങ്കിൽ ആ ഇംഗ്ലീഷ് മൂവിയിലെ ചില വീഡിയോ ക്ലിപ്സ് ഞാൻ തന്നല്ലോ, ആ വീഡിയോ ക്ലിപ്സിലെ ചില ആറ്റിറ്റ്യൂഡ്സിനെ കുറിച്ച്, അപ്രോച്ചസിനെ കുറിച്ച്, ചില ഐഡിയാസിനെ കുറിച്ച്, നിലപാടുകളെക്കുറിച്ച്, സമീപനങ്ങളെക്കുറിച്ച് നിങ്ങൾക്കും നിങ്ങളുടേതായ അഭിപ്രായങ്ങളുണ്ടെങ്കിൽ കമൻ്റ് ചെയ്യാം. നമുക്ക് അതൊരു ഷോർട്ട് ഡിസ്കഷനാക്കി വളർത്തിക്കൊണ്ടുവരാവുന്നതാണ്. ഇംഗ്ലീഷിലാണേ അത് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ഓക്കെ, ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. അടുത്ത ക്ലാസ്സിൽ വീണ്ടും നമ്മൾ കണ്ടുമുട്ടും. അതുവരേക്കും ഓക്കെ, വിടാം. ബൈ ആൻഡ് ഗുഡ് നൈറ്റ്.